ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. രാഹുൽ മങ്കൊട്ടത്തിന് ജാമ്യം നിഷേധിച്ചുള്ള കോടതി ഉത്തരവ് പുറത്ത്. ജാമ്യം നൽകിയാൽ തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് കോടതിയുടെ ഉത്തരവിൽ പറയുന്നത്. അന്വേഷണത്തോട് ഇതുവരെയും രാഹുൽ മങ്കൊട്ടത്തിൽ സഹകരിച്ചിട്ടില്ല. സാക്ഷികളെ ഭീഷണിപ്പെടുത്താനും സ്വാധീനിക്കാനും ഒക്കെ സാധ്യതയുണ്ടെന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ജാമ്യം ലഭിച്ചാൽ ഇരയുടെ ജീവൻ വരെ അപകടത്തിലാകുമെന്നും കോടതി ഉത്തരവിൽ പറയുന്നു. കുറ്റം വളരെ ഗുരുതരമായ ഒരു കുറ്റം തന്നെയാണെന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ലൈംഗിക ബന്ധം ഉഭയസമ്മത പ്രകാരമല്ലെന്നും കോടതി കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും രാഹുൽ മങ്കൊട്ടത്തിന് ജാമ്യം നിഷേധിച്ചിട്ടുള്ള കോടതിയുടെ ഉത്തരവാണ് പുറത്തു വന്നിരിക്കുന്നത്. ജാമ്യം നൽകിയാൽ തെളിവുകളൊക്കെ നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് കോടതിയുടെ ഉത്തരവിൽ പറയുന്നത്. അന്വേഷണത്തോട് ഇതുവരെയും രാഹുൽ മങ്കൊട്ടത്തിൽ സഹകരിച്ചിട്ടില്ല. സാക്ഷികളെ ഭീഷണിപ്പെടുത്താനും സ്വാധീനിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ജാമ്യം ലഭിച്ചാൽ ഇരയുടെ ജീവനും അപകടത്തിലാകാനുള്ളൊരു സാധ്യതയുമുണ്ടെന്നും കോടതിയുടെ ഉത്തരവിൽ പറയുന്നു. എന്തായാലും രാഹുൽ മങ്കൊട്ടത്തിന് എതിരെയുള്ള കുറ്റം വളരെ ഗുരുതരമാണ്. ലൈംഗിക ബന്ധം ഉഭയസമ്മത പ്രകാരമല്ല എന്നും കോടതി കണ്ടെത്തിയിട്ടുണ്ട്. ബലാത്സംഗ കുറ്റം നിലനിൽക്കുക തന്നെ ചെയ്യും. അറസ്റ്റ് നിയമപരമാണെന്നുമാണ് കോടതിയുടെ ഉത്തരവിൽ പ്രധാനമായും പറയുന്നത്. രാഹുൽ മങ്കൊട്ടത്തിൽ ഇതുവരെയും സഹകരിച്ചിട്ടില്ല. 3 ദിവസത്തെ കസ്റ്റഡി കാലാവധിയിൽ പരമാവധി തെളിവുകൾ ശേഖരിക്കുകയായിരുന്നു SIT. ഇനി രാഹുൽ മങ്കൊട്ടത്തിന്റെ ലാപ്ടോപ്പ് കണ്ടെത്തേണ്ടതുണ്ട്. എന്തായാലും രാഹുൽ മങ്കൊട്ടത്തിന് ജാമ്യം ലഭിക്കുകയാണെങ്കിൽ ഭീഷണിപ്പെടുത്താനോ തെളിവ് നശിപ്പിക്കാനോ ഇരയുടെ ജീവൻ തന്നെ അപകടത്തിലാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് കോടതി ഉത്തരവിൽ പറയുന്നത്. രാഹുൽ മങ്കൊട്ടത്തിന്റെ എല്ലാ വാദങ്ങളും കോടതി തള്ളിയിരിക്കുകയാണ്. ഇങ്ങനെയാണ് രാഹുൽ മങ്കൊട്ടത്തിന് ജാമ്യം നിഷേധിച്ചിട്ടുള്ള കോടതിയുടെ ഉത്തരവ് പുറത്തു വന്നിരിക്കുന്നത്.